ചോദിക്കാണ്ട് പച്ചക്കറി ഇരുന്നിട്ട് അച്ഛൻ ചീത്ത പറയുമ്പോപ്പ സന്ധ്യ ഇനി എനിക്ക് പോയി ചോദിക്കാനൊന്നും കഴിയില്ല. വിളക്കൊക്കാനായിട. ഓ തേങ്ങ വീണിട്ടുണ്ടല്ല. അച്ഛനും മോൻ ഇടക്കിടക്കെ പറമ്പിലേക്ക് വരുന്നല്ല. ഓ മേലെ ഒന്നും ഉണ്ടല്ല. പന്നി വെക്കൂല തന്നെ എടുക്കാം. എടുക്കരുത്. ഇവിടെന്ന പരിപാടി തേങ്ങ പറിക്കാന്ന് ഇപ്പാറ്റും വീണതായിരിക്കും. നേരത്തെ വന്ന് നോക്കുമ്പോ തേങ്ങയൊന്നും ഉണ്ടായിട്ടല്ല. എന്നാ പരിപാടി തേങ്ങ പറിക്കാന്ന്? നിങ്ങൾ അച്ഛനും മോനെ നേരത്തെ അന്നേരം തേങ്ങയൊന്നും കണ്ടിട്ടേ പന്നി വെച്ചില്ല. ഒന്ന് അതെടുത്ത് എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞില്ല. മീനും വാങ്ങിയില്ല. ഞാൻ ആ കായിനെ കൊണ്ടൊരു കറിയാക്കി വെച്ചു. ഇപ്പൊ വീട്ടിനടന്നു. ആ മീൻ കെട്ടീനി മത്തിയാന്ന്. കായും ചെക്കീനിയാ. ഇതാ എന്നാലും കായ്ക്കറിയാക്കിക്കോ. കായ്ക്കറി കൂട്ടാതെ കൊറേ ആയില്ലേ. അങ്ങ് മുകളിലാന്ന്. ആ ഇടിയുണ്ട്. ചൊറിയുന്നു തൊട്ടാ. ഇടെല്ലാം മറ്റാ കൊടുത്തില്ലേ അതുണ്ട്. ഇത് ഇത് 2 ദിവസമായി തോന്നുന്നു വീണിട്ട്. ഇതാ റോട്ടിലേക്ക് പോവാ. മീൻ ഞാൻ പിടിക്കാം. ബാക്കി നീ എടുക്കൂലേ? പാള കളയാൻ അങ്ങോട്ട് എടുക്കാം. നീ ഇതെടുക്ക്. തേങ്ങായി എടുത്ത് ഞാൻ പാള എടുക്കാം. പാള നീ പറക്കിയതല്ലേ ഏതായാലും. നീ പാള പറക്കി. ഇപ്പം ഓണല്ലല്ലേ. ചാണം തേക്കുമ്പോ മാടാൻ. പിന്നെ ഇവിടെ വെച്ച പിന്നെ പാളി ഉണ്ടാവുക. എടുത്തോടുത്ത് നല്ല പാളയാണ്. ആ തേങ്ങ എടുക്ക്. കരിമ്പാള തേങ്ങ എടുക്ക്. നടന്നോ. ഒറ്റൊന്നും നാളത്തേക്ക് പന്നി വെച്ചക്കൂല. ഇന്നെടുത്തിട്ടെങ്കിൽ കണ്ടിട്ടാ പന്നി വെച്ചക്കൂല. മഴ ചാർന്നുണ്ടേ. മഴ ചാർന്നുണ്ട്. നീ നേരത്തെ വന്നിനാ? ഇപ്പം ഒന്നും കറിയാക്കാനുണ്ടായിട്ടാ. ഒന്നും കറിയാക്കാനുണ്ടായിട്ടാ. ഞാൻ കായ് ചേക്കാൻ വേണ്ടി വന്നേ. ഇപ്പൊ മഴ വരും. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ആറിയിട്ട് എടുക്കാനുണ്ട്. ആറിയിട്ട് എടുക്കാനുണ്ട്. വേമ്പാ ഇരട്ടാവാൻ തുടങ്ങിയല്ലേ. മീൻ കിട്ടും വിചാരിച്ചല്ല. ഉണ്ടായിന്നടാ. ഉണ്ടാവല്ല. പാളിയുടെ ഇട്ടക്കല്ലേ. അല്ല ഇതടുത്തേക്ക് വരുന്ന വീട്ടിന്റെ ഉള്ളിലേക്ക് വരുവാ. മത്തനല്ലേ? അയ്യോ മത്തന്റെ ഇല പറിച്ചാലോ? കുറച്ച് എന്നെ തേടി വരുന്ന. മത്തന്റെ ഇല പറിച്ചാലോ? അയ്യോ നീ മത്തൻ ഉണ്ടാവുക. മത്തനെല്ലാം ഉണ്ടാവും. ഇത് അങ്ങോട്ടേക്ക് ആക്കണം അല്ലേ? 1-2 വട്ടം മത്തന്റെ ഇല പറിച്ചു. കുറച്ചുകൂടെ ഇല ഉണ്ട്. ഞങ്ങൾക്കൊന്നുമില്ല മത്തൻ ഉണ്ടാവുന്നു. ഇതാ മത്തിതാ. മത്തിതാ. മത്തി ഇന്നത്തെ കറി എന്താന്ന്? കായ്ക്കറിയാ. കായ് ഏതാണ് ചിക്കന്? കായ് ഞാൻ ചിക്കിക്കൊണ്ടതിന് വെറുതെ അച്ഛനോടും ചോദിച്ചില്ല. സന്ധ്യക്ക് അച്ഛനോട് കായ്ക്കറി ആക്കിട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ മതി. അച്ഛാ ഈ കറി ഏടുന്നാന്ന് പറയാ. ഈ കായ് പറയുന്നില്ല. പിന്നെ വേഗം ഒരു കായ്ക്കറി ആക്കിക്കോ. നീ എന്നാക്കിട്ടേ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന കറിയില്ലേ? ആ കറിയും ഇതെന്നാക്കണ്ടേ പൊരിക്കാൻ ചെയ്താൽ മതി. ലേശം കറി ആക്കണം. അച്ഛനെ പൊരിച്ചു കൂട്ടുവാ വെറ്റിച്ചിട്ടേ. വേഗം പരിപാടി നോക്കി. അപ്പൊ നമ്മുടെ പച്ചക്കായ് മുറിച്ചിടുന്നുണ്ടേ. മുറിച്ച് വെള്ളത്തിലിടണ്ടേ? വെള്ളത്തിലിട്ട് അതിന്റെ കറ പോകും അല്ലേ? അല്ലെ കായ് കറുപ്പടിക്കും തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മുടെ കായെല്ലാം ലതയുടെ നല്ല വൃത്തി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. കുക്കറിലാക്കുന്നത് ഇന്നും കുക്കറിൽ തന്നെ പരിപാടി. അന്നു പച്ചമുളകാ. കറിവേപ്പില കുറച്ചിട്ടാ ഞാൻ പറിക്കാൻ പോണേ. കറിവേപ്പില ഇട്ടാ ടേസ്റ്റ് ആവില്ല. കുറച്ച് തരാം. അപ്പൊ ഇത് കായ് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ. കായ് പച്ചമുളകും അല്ലേ? ഇതൊക്കെ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. സിമ്പിൾ കറിയാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
ഇനി ഭഗവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ. ഇല്ല അപ്പോൾ ഇത് വേവിക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കായെല്ലാം നല്ല വൃത്തി ബന്ധിട്ടുണ്ട്, നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒന്നും വറുത്ത് പോരണേ. അങ്ങനെ വറുത്ത് പോരാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ടേ. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിട്ട് അപ്പോൾ നമ്മൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയെ കുറച്ച് വറ്റൽ മുളക് അല്ലേ, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നല്ലൊന്ന് ഇളക്കി വയ്ക്കുക. കുറച്ച് കട്ടിയിലാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ കായ്ക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലും നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ലത കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 അടുത്ത് പൊരിച്ചിനി അല്ലേ. ബാക്കി നാളെ ആക്കിയിട്ട് അച്ഛന് കൊടുക്കുക അല്ലേ, അച്ഛൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കറി കായ്ക്കറി കട്ടിയായി മതി മതി. അപ്പൊ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ. പയറ് വേണ്ട, ഉച്ചക്ക് വെച്ചല്ലേ, അത് വേണ്ട, ഇത് മതി. ആദ്യം നമ്മുടെ കായന്ന് എടുക്കട്ടെ. കായ് ചോറിലൊന്ന് കുഴക്കട്ടെ. നല്ല സുഖം കേട്ടോ. ഉഴുക്കഴിഞ്ഞല്ലേ, ആ കാച്ചി വയ്ക്കുമ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ. ആ ചെറുപുളിയിലെല്ലാം നല്ല സ്വാദുണ്ട്. നല്ല നെയ്മത്തിയാണ്. വില കുറവുണ്ട് കേട്ടോ. കിലോന് 200 രൂപ ആയിട്ട് ഇപ്പോൾ. ഞാൻ അരക്കിലോ വാങ്ങി. നല്ല നെയ്സ്വാദുള്ള മത്തിയാണ്. പിള്ളേരെല്ലാം വായിക്കുന്ന അത്രേ. ഒരിക്കൽ പരീക്ഷയല്ലേ, അവർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കൂലു. ഞാൻ ഒരു 8 മണിയാവും കഴിക്കലുണ്ട്. മത്തി കിണറുണ്ടായിട്ടേ ഉണ്ടോ? കിണറിലെ മത്തിയപ്പോൾ വരുന്നുണ്ട്. ഇനിയും കുറയും, വില കുറയും. മത്തി വരാൻ തുടങ്ങിയുണ്ട്. സിമ്പിൾ കറിയാണ് കേട്ടോ, പെട്ടെന്ന് ആക്കാൻ പറ്റിയ കറി. എന്നപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടാ.